ചേട്ടൻ എന്താണ് നല്ലൊരു ചേട്ടനാണ്. എൻ്റെ അപ്പനമ്മേനേക്കാളും കൂടുതൽ ഞാൻ ഏറ്റവും എന്താ പറയുക അഡ്വൈസിനും അനുവാദത്തിനൊക്കെ ചോദിക്കുന്നത് എൻ്റെ ചേട്ടനോടാണ്. അപ്പോൾ സൂപ്പറാണ്. വളരെയധികം സംസാരിക്കില്ല, തമാശക്കാരനാണ്, പക്ഷെ അത് അടുത്തുള്ളവർക്ക് മാത്രം അറിയാൻ വഴിയുള്ളൂ. പിന്നെന്താണ്, ആള് മാരീഡ് ആവുന്നുള്ളൊരു കാര്യം വിശ്വസിക്കാൻ ഇപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇനി പോയിട്ടൊന്നറിയാം കല്യാണം നടക്കുമ്പോൾ. ചേട്ടനാട് വിളിയാണ്. ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, കാരുണ്യവാനായ ദൈവമേ, മംഗല്യകർണത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റീവിനെയും ശ്വേതയെയും തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹം വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാനും വേണ്ട പ്രസാദകരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അവസാന ദിവസം അങ്ങയെ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവെ, ഞാൻ അങ്ങയെ തേടി വരുന്നു. നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയ്ക്ക് എതിരായി പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൽപ്പനകൾ എന്നെ പഠിപ്പിക്കണമേ. നിയമങ്ങൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു. സർവസമ്പത്തിലും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ കൽപ്പനകളെ പറ്റി ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയുടെ മാർഗങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കുന്നു. അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദിക്കും. അങ്ങയുടെ വാക്കുകൾ ഞാൻ വിസ്മരിക്കുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞാൻ സാരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകൾക്കിടയിൽ ലില്ലി എന്ന പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എന്റെ ഓമന. കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യ എന്റെ പ്രിയൻ. അതിന്റെ നിഴൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിന്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. പതാക എന്റെ മേൽ പിടിക്കുന്നു. ഞാൻ സ്നേഹപരവശയാൽ മുന്തിരിയട തന്ന് എന്നെ ശക്തിപ്പെടുത്തുവേൻ. ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവേൻ. നമ്മുടെ കർത്താവായ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഞങ്ങൾ നിർവഹിക്കാൻ പോകുന്ന വിവാഹ വാഗ്ദാനത്തിൽ മരണം വരെ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ ഉറച്ചു നിൽക്കുന്നതിനാവശ്യമായ അനുഗ്രഹത്തിനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ പോകുന്ന സ്റ്റീവിനെയും ശ്വേതയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവെ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
ചെയ്യാൻ പോകുന്ന വിവാഹ ഉടമ്പടിയിൽ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ കർത്താവേ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ മാതൃകാപരവും സുഹൃത സമ്പന്നവുമായ ക്രിസ്തീയ ജീവിതം അന്ത്യം വരെ നയിക്കുവാൻ കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത ഒരു അത്ഭുതം തന്നെയും പ്രവർത്തിച്ചുകൊണ്ട് വധൂവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ, ഇവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർദ്ധിക്കാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. നന്മറിഞ്ഞ പറയുമേ സുസ്ഥിര കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടാവുന്നു. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും വന്നു എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങളുടെ സ്നേഹത്തിൽ നിലനിൽക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിച്ച്
ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്ന പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ച നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൂടിയുള്ള നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹത്തിനുള്ളവരെ, നമ്മൾ ഈ ദേവാലയത്തിൽ ഞായറാഴ്ച ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശ്വേതയുടെയും സ്റ്റീവിൻ്റെയും വിവാഹ വാഗ്ദാന തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണല്ലോ. ഇന്ന് അവരെ നമ്മുടെ മുമ്പാകെ, തിരുസഭയുടെ മുമ്പാകെ, ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു കുടുംബമായി ജീവിക്കുന്നതിനുള്ള സന്നദ്ധത അവർ പറയുന്ന അവസരമാണ്. ഇതിനുശേഷമുള്ള വിവാഹം വരെയുള്ള നാളുകൾ വിവാഹ ഒരുക്കത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണതയേറിയ കാലഘട്ടമായിട്ട് വേണം നമ്മൾ ശരിയായ അറിവോടും സ്വന്തമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. സ്റ്റീവ് എന്ന് വിളിക്കപ്പെടുന്ന ഔസേപ്പ് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ ശ്വേത എന്ന് വിളിക്കപ്പെടുന്ന എലിസബത്തിനെ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ശ്വേത എന്ന് വിളിക്കപ്പെടുന്ന എലിസബത്ത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന ഉദാശയിലൂടെ സ്റ്റീവ് എന്ന് വിളിക്കപ്പെടുന്ന ഔസേപ്പിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. സാക്ഷികൾ, ഈ വിവാഹ വാഗ്ദാനത്തിന് നിങ്ങൾ സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹായിലേക്ക് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. അവിടുന്ന് അതിന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രഹാമിനെയും സാറായെയും ഇസ്ഹാക്കിനെയും റിബേക്കായെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന പ്രദാശയ്ക്കായി അണയുക. ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കുടുംബത്തിലും കുർബാനയിലും പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. This was the year the glue gave out, when everything solid became a cloud. Uncertainty swirled around like dust, but home was a safe place for us. When I look in your eyes, all I see is light, and the darkness around us gets smaller. Today
ശ്വേതയ്ക്കും സ്റ്റീവിനും ആശംസകൾ നേരുവാനുമായി ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും ഈ ബെട്രോട്ടൽ സെറമണിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. But today I am thankful for you. You color the edges of all we've been through. Everything beautiful comes into view. I see what the headlines could never report. You are what's good in the world. When I look in your eyes, all I see is light, and the darkness around us gets smaller. Today I am thankful for you. Today I am thankful for you. Are we through this valley or only halfway? Can't tell if the sky is turning blue or more gray. Don't know what the future is coming our way, but today I am thankful for you. Hand in hand, side by side, gratitude will be our guide. Heaven knows what we might find tomorrow, but today I am thankful for you. Today I am thankful for you. Oh, today I am thankful for you. Today I am thankful for you. Are we through this valley or only halfway? Can't tell if the sky is turning blue or more gray. Don't know what the future is coming our way, but today I am thankful for you. Today I am thankful for you. Every breath holds a moment, everyone a chance to take. You can see it if you close your eyes. We already know the way. Forever you and me, running wild and free, chasing down the sun. Oh, we've just begun.
Da